എല്ലാവരും ഓണത്തിനൊക്കെ ഉള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? ഞാൻ ഇവിടെ പുളിയിഞ്ചി ഉണ്ടാക്കാനുള്ള പുളിഞ്ഞ വെള്ളത്തിലിട്ടേക്കാണ്. ഇന്ന് പുളിയിഞ്ചി ഉണ്ടാക്കി വെക്കണം. ആദ്യം ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്നതൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കി വയ്ക്കാമല്ലോ. അപ്പോൾ പുളിയിഞ്ചി ഉണ്ടാക്കി വയ്ക്കുകയാണ്. അതിൻ്റെ പുളി ഇതാണ്, വെള്ളത്തിലിടട്ടെ. കറുത്ത പുളിങ്ങൊന്നല്ല. പുളി തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുക്കട്ടെ. പുളി ഇതാ എല്ലാതും നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കാം. ഇനി ഈ പുളിയിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കൂടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും. ഇപ്പോൾ അടുപ്പത്ത് പുളി കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റി കുറുകട്ടെ. അതിനുശേഷം ശർക്കരയൊക്കെ ഒഴിച്ചു കൊടുക്കാം. പുളി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചായിരുന്നു, അത് ഒഴിക്കുകയാണ്. കുറച്ച് ശർക്കര ഉരുക്കിയത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് ഒന്ന് സെറ്റ് ആവട്ടെ. എന്നിട്ട് ഒന്ന് നോക്കാം. മധുരം കുറവുണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിക്ക് വറവിടാണ്ട് ഒക്കെ വറുത്തിടും പൊടിച്ചിടുകയൊക്കെ ചെയ്യട്ടെ. പുളിയിഞ്ചിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉഴുന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിലേക്ക് പൊടിച്ച് ഇടാൻ വേണ്ടിയിട്ടാണ്. ഉഴുന്നായിട്ടുണ്ട്, ഇനി അത് വാങ്ങട്ടെ. അടുത്തത് കുറച്ച് കടുകാണ്, അത് വറുത്തെടുക്കാം. കടുകായിട്ടുണ്ട്. ഇനി 2 മണി ഉലുവ ആയിട്ടുണ്ട്. ഇനി കുറച്ച് എള്ളായിട്ടുണ്ട്. ഇനി അത് വാങ്ങട്ടെ. ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടിക്കാം. കറിവേപ്പില ഇട്ടു. ഇനി ഇഞ്ചി, പച്ചമുളക് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഇത് പുളിയിഞ്ചിയിലേക്ക് ഒഴിക്കാം. ഇത് പൊടിച്ചോണ്ടട്ടെ. ഞാൻ പൊടിച്ചത് ഇതിലിട്ടാണ്ട് ഇളക്കാം. അപ്പോൾ ഓണത്തിനുള്ള നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.